ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ അധികം ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഓവർ തിങ്ക് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ നിരാശ കൊണ്ടോ, പേടി കൊണ്ടോ, ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ടോ, ഇങ്ങനെ പല കാരണങ്ങളും ഓവർ തിങ്ക് ചെയ്യും. ചെറിയ കാര്യമായിരിക്കും, പക്ഷെ നമ്മളത് ഇങ്ങനെ വന്നാലോ എന്നുള്ളത് പാസ്റ്റിലേക്ക് നമ്മളിങ്ങനെ കണക്ക് കൂട്ടും. ഇത് ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമില്ലാതുകൊണ്ടാണ്. അത് ഗോളില്ല. ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിൻ്റെ പിറകെ പോകാൻ കഴിയും. ഗോളില്ലാത്തൊരു അവസ്ഥ എന്താ? അപ്പം നമ്മൾ എന്താക്കും? ഉള്ള അവസ്ഥയുണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഓക്കെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിൽ ആ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ച് ചിന്തിക്കും. ഓക്കെ, അത് അടവുണ്ടല്ലോ, ഇവിടെ ലോൺ ഉണ്ടല്ലോ, അതുണ്ടല്ലോ, അതുണ്ടോ, അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് എന്താവും? ഞാൻ ടെൻഷനാവും. ടെൻഷനാന്ന് പറഞ്ഞാൽ ചിന്തകൾ ഇങ്ങനെ പരക്കെ വന്നുകൊണ്ടേയിരിക്കുക. ഇപ്പം ചിന്തകൾ ഇല്ലതുകൊണ്ട് എന്താ, എനിക്കൊന്നും ചെയ്യാനില്ല മൂടുണ്ടാവില്ല. തലവേദനയോ മറ്റു കാര്യങ്ങളോ ആയിട്ട് മൊത്തം ഒന്ന് ഡൗൺ ആവും. അപ്പോൾ നമുക്കിതെങ്ങനെ ഓവർകം ചെയ്യാം? ഇന്ന് തിരിച്ചു തരണമല്ല. തിരിച്ചു തരണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ലക്ഷ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഇപ്പം എൻ്റെ പ്രശ്നം ഫിനാൻഷ്യൽ പ്രോബ്ലം. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്താ? ഇതെങ്ങനെ ഓവർകം ചെയ്യാം? ഇത്ര കാലം എന്താ ചിന്തിക്കുന്നത്? എൻ്റെ പ്രോബ്ലം മാത്രമേ ചിന്തിക്കുന്നത്. ഓക്കെ, ഇത് അടക്കാനുണ്ട്, ഇവിടെ ലോണിൻ്റെ അടവുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി നമ്മൾ ഇതിന്ന് ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം? നമുക്കിതെങ്ങനെ ഈ പ്രോബ്ലം തൽക്കാലം മാറിക്കണമല്ലോ. അപ്പോൾ എന്താക്കും? ഫിനാൻഷ്യൽ പ്രോബ്ലം നമുക്ക് മാറണമെങ്കിൽ എന്താക്കണം? നമ്മൾ വരുമാനം കൂടണം. അപ്പം വരുമാനം കൂടാൻ എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് പ്രവർത്തിക്കാൻ കഴിയും? അപ്പോൾ ഒരു ലക്ഷ്യം വരും. അപ്പോൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിത് അടഞ്ഞുകൂടി എന്ന് പറഞ്ഞാൽ ചടഞ്ഞു കൂടി ഇരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും. അപ്പോൾ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. മനസ്സിലായോ? പിന്നെ നമ്മൾ ചിന്തകൾ ഒഴിവാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഈ ലക്ഷ്യത്തിന് പിറകെ നമ്മൾ പോകാൻ തുടങ്ങാം. അപ്പോൾ പല പ്രശ്നങ്ങളും ഒഴിവായി കിട്ടും. പിന്നെന്താക്കുക? നമ്മൾ ആ സ്പോട്ടിൽ ഇപ്പോൾ പെട്ടെന്ന് ചിന്തകൾ ഇങ്ങനെ വര പോകുമ്പോൾ എന്താവും? നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കൂടുമ്പോൾ എന്താവും? ഹാർട്ട് പടപട അടിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കുറക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ സമയത്ത് വന്ന് നിൽക്കും. നമ്മളിപ്പോൾ ചിന്തകളെടുത്തേക്കോ പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ പോകും. ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ വരാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്താക്കണം? ഈ നിമിഷത്തിലേക്ക് നമ്മൾ എത്തണം. ഈ നിമിഷത്തിലെത്താൻ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തകളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ചിന്തകൾ ഇങ്ങനെ പരക്കെ നടക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ചിന്തകൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്താക്കണം? മെഡിറ്റേഷൻ വേണം. സിമ്പിളായി മെഡിറ്റേഷൻ ചെയ്താൽ മതി. ജസ്റ്റ് ഡീപ്പായിട്ട് നമ്മൾ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് സ്ലോലി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സ്ലോ ആയിട്ട് പുറത്തേക്ക് വിടുക. അപ്പം ജസ്റ്റ് അത് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം മാത്രം ശ്രദ്ധിച്ചിട്ട് കുറച്ച് ഡീപ്പായിട്ട് ഇരിക്കുമ്പോൾ എന്താവും? നമ്മുടെ ചിന്തകൾ ഡൈവേർട്ടാവും, ചിന്തകളൊന്നും മാറിപ്പോവും. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ തന്നെ കുറേ ഭാഗം നമ്മൾ ആ സമയത്തിൻ്റെ പ്രശ്നം തീരും. പിന്നെ ഒരു ലക്ഷ്യം ഉണ്ടായാൽ എന്താവും? ആ ലക്ഷ്യത്തിന് പിറകെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കുറേ ഭാഗം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു.